ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല, എൻ്റെ റൂമൊന്ന് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ റൂം മേക്ക് ഓവറല്ല, ഒന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് മിസ്സായ സംഭവങ്ങൾ ഒന്നും കൂടി ഇതാക്കുക. പിന്നെ ആകെ താളം തെറ്റി നടക്കുന്ന എൻ്റെ ക്രാഫ്റ്റ് ഒരു ഇതുണ്ട്, ഒരു കബോർഡിൻ്റെ ഒരു അറ ഉണ്ട്, അതൊന്നാകെ ശരിയാക്കണം. പിന്നെ ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ മറ്റേത് തന്നെയല്ലേ വെക്കുന്നത്, അപ്പോൾ അതാ ഇതുപോലെ ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് ഈ ഒരു സംഭവം വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഡസ്റ്റ് ബിന്ന് വെച്ചു, പെൻ ഹോൾഡർ കടയിൽ നിന്ന് വാങ്ങിച്ച് പെൻ ഹോൾഡറും പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ വെച്ചു. ഇത് പിന്നെ ഞാനിപ്പോൾ അടുത്ത് നെസ്റ്റോയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണ്. ഇത് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊക്കെ കൂടി എന്തിനാണ് ഇവിടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണ്ട, ഇത് തന്നെ മതി എന്നൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഇതാണ് എൻ്റെ ബെഡ്. ഇപ്പം ആകെ താളം തെറ്റി കിടക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ചെറിയ ട്രാൻസിഷൻ ചെയ്യാൻ നോക്കിയതാണ്, വലിയ ഫ്ലോപ്പ് ആവാതെ കിട്ടിയിട്ടുണ്ട്, നോക്കാം. പിന്നെ ഇതാൾ ഭീകരനാണ്. എൻ്റെ കണ്ട ആക്രി മൊത്തം ഇതിലുണ്ട്. ആക്രി എന്നും പറയാം, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യാം. എനിക്കെന്തോ ഇങ്ങനെ ആക്രിയാവും, പക്ഷെ എനിക്ക് കളയാൻ വേണ്ടിയിട്ടാണ് മനസ്സ് വരാത്ത സംഭവങ്ങളൊക്കെ കൂടി ഞാൻ ഇതിലങ്ങ് ഇട്ട് വെക്കും. ഇതാണ് എല്ലാം ഉള്ളത്. പിന്നെ അറ്റ് ലാസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് അങ്ങോട്ട് സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ അത് സെറ്റാക്കിയത്. പക്ഷേ ഇത് ഞാൻ 1 മിനിറ്റ് പോലും എടുക്കാതെ ഞാൻ വീഡിയോയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. ഇതാ ഇങ്ങനെയൊന്നും ആക്കിയാലും ഒന്നും ആവില്ല. ട്രാൻസിഷനൊക്കെ നമ്മൾ തന്നെ ശരിയാക്കണം. ഇനി ഇതിലുള്ള എല്ലാ സംഭവവും നമ്മൾ അങ്ങനെ എടുത്ത് വെച്ച് പിന്നെ അതുപോലെ ഇതിലേക്ക് തന്നെ എടുത്ത് വെച്ച് ഫുള്ള് സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെയല്ല, ഇനി നന്നാക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റാനുള്ളതാണ്. ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് അവസാനം ഞാൻ ഇങ്ങനെ ഫൈനൽ ലുക്കാക്കി എടുത്തു. അത് കഴിഞ്ഞൊന്ന് ആശ്വസിക്കാമെന്ന് വിചാരിച്ച അടിയത്തതുണ്ടല്ലോ ഒക്കെ എടുക്കണം. ഇനി ഇതും ഫുള്ള് ഞാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട്. ഇനി ഇതേപോലെയല്ല, ഇനി നന്നാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റണം. ഫുള്ള് കളേഴ്സും പെൻസിൽസും ഒക്കെ എടുത്ത് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചു. ഇനി നെക്സ്റ്റ് എനിക്ക് വേറൊരു ഇതുണ്ട്, ഇത് ഷോളും പിന്നെ എനിക്ക് എപ്പോഴും ആവശ്യമുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഇല്ലേ, അതൊക്കെ കൂടി എടുത്ത് വെച്ച ഒരു ഇതാണിത്. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഒരു 2 ക്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊന്നാകെ കൊളാവും എന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അത് നന്നാക്കാൻ നിന്നിട്ടില്ല, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് വെച്ചു. പിന്നെ ഇത് മേലെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കുഞ്ഞു ചൂലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഫുൾ സെറ്റപ്പ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി പെൻ ഹോൾഡർ നമുക്ക് പുതിയതൊന്ന് ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനത്തെ ഡിസൈൻ വേണമെന്നും കളർ വേണമെന്നൊക്കെ നിങ്ങൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ ബൈ.